പ്രിയ കൂട്ടുകാരെ, കൊച്ചി ട്രിപ്പിലെ രണ്ടാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഏകദേശം എറണാകുളം ജില്ലയിലെ പറവൂർ ഭാഗങ്ങളിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ഹോട്ടൽ നോക്കി കയറിയതാണ്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വില്ല കിട്ടിയത്. 3 നാൾ ഭക്ഷണം കഴിച്ചിട്ട് 2000-ൽ കൂടുതലായി, 2300 എന്തോ ആയി. നല്ലൊരു വൈബുള്ള ഹോട്ടലായിരുന്നു. ചോറിന് സാധാ ചോറാണ് കഴിച്ചത്. ഒരു മീൻ സ്പെഷ്യൽ എടുത്തതിന് മാത്രം 2000-ൽ കൂടുതൽ വന്നു. പുഴയുടെ ഓരത്ത് തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. നല്ല വൈബാണ്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പുഴയും ചീനവലയും എല്ലാം കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. പുറത്തുള്ള സീൻ ഇതാണ്, എൻട്രൻസ് ഇതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കൊച്ചി ഹൈക്കോർട്ട് ജെട്ടി, വാട്ടർ മെട്രോയുടെ ജെട്ടിയിലാണ് എത്തിയത്. പൊതുവെ എത്തിയ സമയം തീരെ ആൾ കുറവായിരുന്നു. എങ്കിൽ കൂടി ഞങ്ങൾ അകത്ത് കയറിയപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, തിരക്കായിരുന്നു. ഞങ്ങളകത്ത് കയറി കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും തന്നെ ബോട്ട് വന്ന് എന്നുള്ള പാസഞ്ചേഴ്സാണ് പുറത്ത് പോകുന്നത്. അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരുന്ന യാത്രക്കാരാണ് ഇത്. അവർ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി യാത്ര തുടർന്നു. ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട ബോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ബോട്ട് യാത്ര തുടരുകയാണ്. ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അവിടുന്ന് പല സ്ഥലത്തേക്കും ബോട്ട് സർവീസ് ഉണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഫോർട്ട് കൊച്ചിയാണ്. കുറച്ചും കൂടി എളുപ്പം ഫോർട്ട് കൊച്ചി ആയിരിക്കും. അപ്പം ഏകദേശം ഒരു 20 കൂടുതൽ മിനിറ്റ് നമുക്ക് ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് വാട്ടർ മെട്രോക്ക്. പിന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ട് യാത്ര. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ 3 പേരും ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന വാട്ടർ മെട്രോയിൽ ആദ്യമായിട്ടാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുന്നത്. 2023 ഏപ്രിൽ 14 കൊച്ചിയിലെ ഈ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ സമയത്ത് 2 ബോട്ട് ഉണ്ടായിരുന്നു ഉള്ളൂന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ 50 കൂടുതൽ ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബോട്ടുകളൊക്കെ മറ്റ് ആഡംബര കപ്പലുകൾ ഇഷ്ടംപോലെ നമുക്ക് കായലിൽ കാണാൻ പറ്റും. കായൽ കാഴ്ച വളരെ ഭംഗിയുള്ള ഒരു കായൽ കാഴ്ച തന്നെയായിരുന്നു. രാജ്യത്തെ തന്നെ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ മെട്രോ ആരംഭിക്കുന്നത്. അതും നമ്മുടെ കൊച്ചിയിൽ. നമുക്ക് അഭിമാനിക്കാം. ഈ കായലിലുള്ളത് ഒരു വിദേശ ആഡംബര കപ്പലാണ്. അത് കരയിൽ നിന്ന് കുറേ ദൂരമായിട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്താണത്. ഏകദേശം 3 ലക്ഷത്തോളം പേരാണ് ഇതുവരെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തതായി അറിയുന്നത്. കൊച്ചി കാണാനെത്തുന്ന വിദേശ സഞ്ചാരികളും അതേപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ടൂറിസ്റ്റുകളും വളരെയധികം പ്രധാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അകലായി കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ട് ഇപ്പോൾ കൂടുതൽ റൂട്ടിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാണ് വാട്ടർ മെട്രോ. പ്രതിദിനം 6721 യാത്രക്കാരാണ് ഇതിൽ യാത്ര ചെയ്യുന്നതെന്നാണ് KMRL അധികൃതർ പറയുന്നത്. അതും അവധി ദിവസങ്ങളിൽ 10,000-ൽ കൂടുതൽ യാത്രക്കാരും ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. ഈ യാത്രയിൽ തന്നെ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ
കണ്ടെയ്നർ ടെർമിനലായ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും നമുക്ക് കാണാവുന്നതാണ്. സർവീസ് ആരംഭിച്ച് 6 മാസത്തിനകം തന്നെ വാട്ടർ മെട്രോ യാത്രക്കാരുടെ എണ്ണം 10 ലക്ഷം കടന്നു എന്നാണ് അധികൃതർ പറയുന്നത്. വൈറ്റില, കാക്കനാട്, ഹൈക്കോടതി, വൈപ്പിൻ എന്നീ റൂട്ടുകളിലായി തുടങ്ങിയ പദ്ധതി പിന്നീട് ബോൾഗാട്ടിയിലേക്കും സർവീസ് തുടങ്ങി. നിലവിൽ 9 ടെർമിനലുകളാണ് ഇപ്പോൾ വാട്ടർ മെട്രോയ്ക്കുള്ളത്. മുളവുകാട് നോർത്ത്, സൗത്ത്, ചിറ്റൂർ, ഏലൂർ, ചേർന്നല്ലൂർ എന്നീ 4 ടെർമിനലുകൾ കഴിഞ്ഞ മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഫോർട്ട് കൊച്ചി അടുക്കാറായി. ഫോർട്ട് കൊച്ചിയിൽ ഇതേപോലെ ഒരു വാട്ടർ മെട്രോ ടെർമിനൽ ഉണ്ട്, ഞങ്ങളത് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര ഹൈക്കോട്ട് ജെട്ടിയിലുള്ള ടെർമിനലാണ് ഏറ്റവും വലിയ ടെർമിനലും കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഇത് ബോട്ടിൽ വെച്ച് ചിത്രീകരിച്ച വ്യൂസാണ്. ഇങ്ങനെ കായലിലേക്ക് റാമ്പ് ചെയ്തിട്ടുണ്ട്. റാമ്പ് ചെയ്തിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ റാമ്പിന് പാസഞ്ചേഴ്സ് ഡിപ്പാർച്ചും അറൈവലായിട്ട് അങ്ങനെ തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ബോട്ട് റാമ്പിലേക്ക് അടുത്തു. അതിൻ്റെ അടുത്ത കാഴ്ചകളാണ് ഇതൊക്കെ. റാമ്പിനോട് തൊട്ടടുത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. ഇതേ സമയം തന്നെ അങ്ങോട്ട് പോകാനുള്ള യാത്രക്കാർ അവിടെ റാമ്പിൽ ക്യൂ ആയി നിൽക്കുകയാണ്. അകത്ത് സീറ്റിന് തൊട്ട് പുറകിൽ കാണുന്ന ആ വെള്ള ബോക്സിനകത്താണ് സേഫ്റ്റി ജാക്കറ്റ്, അങ്ങനെയുള്ള സേഫ്റ്റിക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും അതിനകത്തുണ്ട്. ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. ആയിടയ്ക്ക് ഒരു മീൻകടയിൽ ഒന്ന് സന്ദർശിച്ചു. കായൽ മീൻ, എല്ലാ വെറൈറ്റി മീനുകളും അവിടെ കിട്ടും സുലഭമായിട്ട്. അധിക വിലയൊന്നുമില്ല. അതിനടുത്തൊരു കടയുണ്ട്. അവിടെ നമ്മൾ 250 രൂപ ഒരു കിലോന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. മസാലയൊക്കെ അടക്കം വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് തരും. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നു. ഏകദേശം ഒരു തരക്കേടില്ലാത്ത ടെർമിനൽ തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലുള്ള മെട്രോ ടെർമിനലും. അപ്പോൾ ഞങ്ങൾ മടക്കയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ബോട്ട് ഏകദേശം വരാറായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം.